കുമാർ നമ്മുടെ ഈ അടുത്തിടെ മാതൃഭൂമി ന്യൂസിലാണെന്ന് തോന്നുന്നു നമ്മുടെ സ്ക്രീനിലെ ഏറ്റുമുട്ടിയ ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യരും ഇപ്പൊ അവർ ഒരേ തൂവൽ പക്ഷികളാണല്ലോ. ഇവർ തമ്മിലിരുന്ന് ചായ കുടിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവരൊക്കെ ഇങ്ങനെയാണോ എന്നൊക്കെ ആളുകൾ സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെയൊക്കെ അവസ്ഥ എങ്ങനെയാ? കാര്യം ചർച്ചയിൽ നിങ്ങൾ വാശിയേറിയ ഏറ്റുമുട്ടലുണ്ടാകും. അല്ല, ചർച്ചയും നമ്മൾ തമ്മിലുള്ള ബന്ധത്തിലും തമ്മിൽ യാതൊരു ബന്ധമില്ല, വ്യക്തിപരമായ പ്രശ്നമൊന്നുമില്ല. ഇല്ല. ഞാനിപ്പോ തൊട്ടടുത്തിരിക്കുന്ന ഗോപാലകൃഷ്ണൻ ഞങ്ങൾ ചർച്ചയിൽ വളരെ ശക്തമായിട്ട് എതിർത്താലും ഞങ്ങൾ കേരള അടി തുടങ്ങിയല്ലേ? അല്ല, അന്നോട്ടുള്ള അടിയാ. പക്ഷെ സൗഹൃദത്തിന് ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. അതുപോലെ ഇപ്പോ BJP-യുടെ നേതാവായിട്ടുള്ള സുരേന്ദ്രൻ, ഞാനൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് സുരേന്ദ്രൻ ഉണ്ടായിരുന്നു. അപ്പൊ സുരേന്ദ്രനായിട്ടും വളരെ അടുത്ത സൗഹൃദമുണ്ട്. അതുപോലെ അതിലൊന്നും വിട്ടുവീഴ്ചയില്ലല്ലോ, നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ നമ്മുടെ PC വിഷ്ണു അത് ശക്തമായി അദ്ദേഹത്തിന്റെ പാർട്ടി നിലപാട് പറയുന്ന ആളാണല്ലോ. ഞാനും ആ നിലപാട് പറയുന്ന ആളാണ്. പക്ഷെ ഞങ്ങൾ ഒരേ കാറിൽ MLA ഹോസ്റ്റലിൽ നിന്ന് ഒരുമിച്ച് ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. അപ്പൊ മാതൃഭൂമി ചാനലിൽ പോകുമ്പോൾ ഞങ്ങൾ ഒരേ കാറിൽ ചർച്ചയ്ക്ക് പോയിട്ട് അവിടെ പോയി ഞങ്ങൾ ശക്തമായി ഞങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അതേ കാറിൽ തിരിച്ചു വന്നിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് കേൾക്കുന്നവർക്ക് തോന്നും ഇതെന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് അല്ല. ഇത് വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതിനകത്ത് മാർക്കറ്റ് വാക്കിൽ പറഞ്ഞാൽ ഡീലല്ല. അതൊക്കെ ഡീലൊക്കെ ഒരു അശ്ലീല പദങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. അല്ല, ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. കാരണം ഈ നമ്മുടെ സൗഹൃദങ്ങൾക്ക് ഒരു കാരണവശാലും ഊനം തട്ടുന്ന രീതിയിലുള്ള ചർച്ചകളല്ല വേണ്ടത്. ചർച്ചകൾ നമ്മൾ നടത്തുന്നത് ജനങ്ങൾക്ക് നമ്മളെടുക്കുന്ന നിലപാടുകൾക്കുള്ള വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നമ്മൾ പറയുന്ന ആർഗ്യുമെന്റ്സ് അതിനകത്ത് സത്യസന്ധത ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ചിലപ്പോൾ നമ്മുടെ എതിരാളിക്ക് വിഷമമുണ്ടാക്കുന്നതാണോ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷെ അതേസമയം എതിരാളി ഇരിക്കുന്ന രാഷ്ട്രീയ നേതാവിനെ വ്യക്തിപരമായിട്ട് ഹർട്ട് ചെയ്യാതിരിക്കാൻ നിയമസഭയ്ക്കകത്താണെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ഇപ്പൊ നിയമസഭയ്ക്കകത്ത് എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടൊരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഞാനൊരു വാക്ക് അദ്ദേഹത്തിനെതിരായിട്ട് ഉപയോഗിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് ഇന്നത്തെ മുഖ്യമന്ത്രി സതീശൻ ഒരു കുറിപ്പ് എഴുതി തന്നു. സുനിൽ, ആ വാക്ക് പറഞ്ഞത് വളരെ മോശമായി. അടിയന്തര പ്രമേയത്തിന്റെ അവതരണം നന്നായി, പക്ഷെ അത് എനിക്ക് തോന്നിയ തെറ്റായി പോയെന്ന്. ഞാൻ അപ്പം തന്നെ ഒരു കടലാസിൽ ഉമ്മൻചാണ്ടി സാറിനൊരു മാപ്പ് എഴുതി ഒരു കുറിപ്പ് എഴുതി കൊടുത്തിട്ട് ഞാൻ അദ്ദേഹത്തെ പിന്നീട് പോയി കണ്ട് തെറ്റ് പറഞ്ഞു. അതൊരു മര്യാദയുടെ പ്രശ്നമാണ്. കാരണം നമ്മളൊരാളാണെങ്കിലും എത്ര നമുക്ക് രാഷ്ട്രീയ എതിർപ്പുള്ള ആളാണെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക് പോകാതിരിക്കണം എന്നുള്ളതും, അതേ സമയത്ത് അത്തരം നമ്മുടെ എതിർ രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ള ആൾക്കാരായിട്ട് പോലും നമുക്കൊരു സൗഹൃദാന്തരീക്ഷം ഉണ്ടാക്കണം ചെയ്യാന്നുള്ളതൊരു നല്ല കാര്യമാണ്. ഇത് കേൾക്കുന്ന ആളുകൾ വിചാരിക്കും ഇതൊക്കെ ഇവർ വന്നിരുന്നൊരു നാടകമല്ല കളിക്കുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. അവിടെ നമുക്ക് ഒരു ജനാധിപത്യ വേദിയിൽ എതിർ രാഷ്ട്രീയ പാർട്ടികളുടെയും എതിരാളികളുടെയും ശബ്ദവും കേൾക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ്. അപ്പൊ അവരും ഇപ്പൊ കരുണാകരനും നായനാരും തമ്മിൽ വളരെ സൗഹൃദം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് പഴയ ഏഷ്യാനെറ്റിന്റെ ഇതൊക്കെ ക്ലിപ്പിംഗ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് പിന്നെ പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും ഒന്നിച്ച് ജയലളിതയുടെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി ഒരുമിച്ച് ചെന്നിറങ്ങിയല്ലോ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത്. അപ്പൊ അന്ന് വലിയ വാർത്തയായിരുന്നു തമിഴ്നാട്ടില്. കാരണം അവർക്കത് ശീലമില്ലാത്ത കാര്യമാണ്. പക്ഷെ മലയാളിക്ക് ഈ ശീലം അങ്ങനെയല്ല. അപ്പൊ അത് നമ്മൾ ഇപ്പോഴും പുലർത്തി പോരണം എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ആയതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.